എല്ലാവർക്കും ലിസാസ് ടൈലറിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്ട്രെയിറ്റ് പാൻറ് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കണ തുണിയാണിത്. ഈ തുണി വിലങ്ങനെയാണ് ഞാനിത് തയ്ക്കുന്നത്. ഇത് ഇതുപോലെ നാലാക്കി മടക്കിയിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക്. ഇവിടെ തേര് ഭാഗമാണ്, അടിയിലും തേര്. ഇങ്ങനെയാണ് ഈ തുണി ഇട്ടേക്കണത്. ഈ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ ഇറക്കം 34 ഇഞ്ചാണ്, അരവണ്ണം 36 ഇഞ്ചാണ്. അങ്ങനെയുള്ള ഒരു പാൻറ്റാണ് തയ്ക്കണത്. ഇതിന് പോക്കറ്റോ കാര്യങ്ങളോ ഒന്നും വെക്കണില്ല, വെറുതെ സിമ്പിളായിട്ട് തയ്ക്കുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഈ ഇലാസ്റ്റിക് ചുറ്റും ഇടുകയാണ് ചെയ്യണത്. അപ്പോൾ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ നിന്ന് 1.5 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കണം. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ 34 ഇഞ്ചാണല്ലോ ഇറക്കം പറഞ്ഞത്, 34 കഴിച്ചിട്ട് നമുക്ക് മടക്കി അടിക്കാൻ നമ്മൾ 3 ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം 37 ഇഞ്ചിൽ അപ്പം മൊത്തം ഞാൻ ഇത് നിർത്തിയിട്ട് കാണിച്ചു തരാം. ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ 38.5 ഇഞ്ചാണ് എടുത്തേക്കണേ. 38 ഇഞ്ചിൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇവിടെ ഇത് പാൻറ്റിൻ്റെ അടിഭാഗമാണ് കേട്ടോ. അത് 7 ഇഞ്ചാണ് പാൻറ്റിൻ്റെ അടിയിലത്തെ വിസ്താരം എടുക്കണത്. അപ്പോൾ അടിച്ചു പോകാനടക്കം 8 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. ഇനി മുകളിൽ നിന്ന് നമ്മൾ 15 ഇഞ്ചാണ് നമ്മൾ ഇതിൻ്റെ വിസ്താരമായിട്ട് എടുക്കണത്. അപ്പോൾ ഇവിടെ പിടിക്കാത്ത ഭാഗമാണ് കേട്ടോ. അവിടെ നിന്ന് 15 ഇഞ്ചിൽ ഇങ്ങനെ ഒരു ഇവിടെ മുകളിൽ നിന്നും അതെ 15 ഇഞ്ച് ഇവിടെ നിന്ന് ഈ ടേപ്പ് വെച്ചിട്ട് ഈ 15 ഇഞ്ചിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ നിന്ന് മുകളിൽ നിന്നും 15 ഇഞ്ച് തന്നെയാണ് ഈ മടക്കിയിട്ടിട്ടുണ്ടല്ലോ നമ്മൾ, ഈ ഇലാസ്റ്റിക്കിന് വേണ്ടി മടക്കിയിട്ടത്. അങ്ങനെ വെച്ചിട്ട് അവിടെ നിന്ന് 15 ഇഞ്ച്, അവിടെ നിന്ന് 15 ഇഞ്ച് വരെയാണ് നമ്മളിത് വരയ്ക്കണത് കേട്ടോ. അപ്പോൾ ആ 1.5 ഇഞ്ച് മുകളിലത്തെ അടക്കം 16 ഇഞ്ച് വരെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു 2.5 ഇഞ്ച്, ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് 2.5 ഇഞ്ചിൽ ഒരു പോയിന്റ് അടയാക്കിയിട്ട് ഇത് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് ഇതിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരണം. ഇങ്ങനെ ചെറുതായിട്ട് കൊണ്ടുവരരുത്, കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ. ഇതാണ് ഇതിൻ്റെ മുകൾ ഭാഗം. ഇനി ഇവിടെ നിന്ന് നമ്മളിവിടെ 8 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലേ, അവിടേക്ക് ഇതുപോലെ ഇങ്ങനെ ഇവിടെ നിന്ന് കുറച്ചിടം നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരയ്ക്കുക. സ്ട്രെയിറ്റ് ആയി വരച്ചിട്ട് പിന്നെ ഇതിലേക്ക് ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് കാണിച്ചു തരാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇടാനായിട്ട് ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. 36 ഇഞ്ചാണ് ഇതിൻ്റെ അരവണ്ണം. അതിന് നമ്മൾ 34 ഇഞ്ചിലാണ് ഇലാസ്റ്റിക് എടുക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതിൻ്റെ അടിഭാഗം മടക്കി അടിക്കണം ചെയ്യണത്. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് മടക്കി 1.5 ഇഞ്ച്, 3 ഇഞ്ചാണ് കൂടുതൽ എടുത്തേക്കുന്നത്. 1.5 ഇഞ്ച് മടക്കി 1.5 ഇഞ്ചാണ് അടിക്കണത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മളിവിടെ ഒരു കട്ടിങ് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം മടക്കി അടിക്കുക. ഇതിങ്ങനെ അടിച്ചിട്ട് ഇനി ഇതിങ്ങനെ ഇതുപോലെ വെച്ചിട്ട് ഈ സൈഡ് ഉണ്ടല്ലോ, കാലിൻ്റെ അവിടെ നിന്ന് മുതൽ ഇവിടം വരെയുള്ള ഭാഗം നമ്മളിങ്ങനെ അടിക്കുക. അത് ഇങ്ങനെ വെച്ചിട്ട് തുമ്പ് വെച്ച് നല്ല പുറമാണ് കേട്ടത്. നല്ല പുറത്ത് വെച്ച് തുമ്പത്തോടെ അടിച്ചിട്ട് മറിച്ചൊരടി കൂടി അടിക്കുക. അപ്പം നല്ല ഉള്ളിൽ പിന്നെ നല്ല ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തുമ്പത്തോടെ അടിച്ചു കഴിഞ്ഞിട്ട് ഈ മറിച്ച്
നമ്മൾ 1 ഇഞ്ച് അടിക്കാം. ഇതുപോലെ മറിച്ചിട്ട് 1 ഇഞ്ച് നീക്കിയിട്ട് അടിക്കാം. ഇവിടെ കയറി വരുമ്പോൾ 1 ഇഞ്ച് വേണ്ട കേട്ടോ. കയറി വരുമ്പോൾ നമുക്ക് 1/2 ഇഞ്ച് തന്നെ അടിച്ചാൽ മതി. ഇതേപോലെ തന്നെ മറ്റേ സൈഡ് അടിച്ചു കൊണ്ടുവരാം കേട്ടോ. ഇത് ഇതുപോലെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മറിച്ച് നല്ല ഭാഗം മറിച്ചിട്ട് ഒരെണ്ണത്തിൻ്റെ മീതെ ഒരെണ്ണമായിട്ട് ഇങ്ങനെ ഇട്ടേക്കാം കേട്ടോ. ഇതാണ് അടിഭാഗം. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് രണ്ടും ഒപ്പം ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലത്തെ ഇത് മാറ്റുക. അടിയിലത്തെ 2 എണ്ണം എടുക്കുക. ഈ 2 പീസ് എടുക്കുക, മറ്റത് ഇടുക. അങ്ങനെ എടുത്തിട്ട് ഇവിടുന്നേ മുതൽ ഇങ്ങനെ അടിച്ചു തുടങ്ങാം. അടിച്ച് ഇവിടം വരെ എത്തുമ്പോൾ ഈ ജോയിൻറ്റുകൾ 2 ഒപ്പമായിരിക്കണം. അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ. അത് ഞാൻ അടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നടുവിലത്തെ 2 പീസാണ് എടുത്താണ്. ഒരെണ്ണത്തിൻ്റെ മീതെ ഒരെണ്ണം ഇതുപോലെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ അടിച്ചു തുടങ്ങാം. ഇവിടെ നിങ്ങളുടെ ഒരു 1/4 ഇഞ്ചിനേക്കാളും കുറച്ച് കൂടുതൽ നീക്കിയിട്ട് അടിച്ചോട്ടെ. 1/2 ഇഞ്ച് വേണമെന്നില്ല. ഞാൻ അടിക്കുക. ഈ ജോയിൻ്റ് 2ഉം ഒപ്പമായിരിക്കണം കേട്ടോ. ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഈ ഭാഗം ഇങ്ങനെ അടിയുന്നത് ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മീതെ ഇതിട്ടിട്ട് അടിക്കുക. ഇതുപോലെ അടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു. ഇനി ഇത് ഒരു മടക്ക് ഇങ്ങനെ മടക്കിയിട്ട് അടിക്കുക കേട്ടോ. ഇനി നല്ല പുറത്തേക്ക് ഇങ്ങനെ മറക്കുക. ഇതുപോലെ ഇനി ഇതിൻ്റെ മുകൾ ഭാഗം മടക്കി അടിച്ചിട്ട് ഇലാസ്റ്റിക് ഇടലും കൂടി ഉള്ളൂ ഇതിൻ്റെ. അത് കഴിഞ്ഞ് അതിൻ്റെ പണി കഴിയും. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ നിർത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി അടിക്കുക. ഇത് തേരായതുകൊണ്ട് ഒരു മടക്ക് മതി, അല്ലെങ്കിൽ ആദ്യം ഒരു മടക്ക് മടക്കിയിട്ട് ഇങ്ങനെ മടക്കണം കേട്ടോ. അപ്പോൾ ഒരു മടക്ക് ഇങ്ങനെ ഇലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ച് നമ്മളിതിങ്ങനെ മടക്കിയിട്ട് ഇവിടെ നിന്ന് അടിച്ചു തുടങ്ങാം. ഈ ജോയിൻറ്റിൽ നിന്ന് വേണ്ട, കുറച്ച് നീക്കിയിട്ട് അടിച്ചു തുടങ്ങാം കേട്ടോ. ഇതിൻ്റെ ഈ അറ്റം വരെ അടിക്കരുത്. കുറച്ച് ഗ്യാപ്പ് ഇടണം കേട്ടോ. ഇലാസ്റ്റിക് കോർക്കാൻ വേണ്ടി ഒരു 1 ഇഞ്ചോളം 1.5 ഇഞ്ച് ഇവിടെ ഗ്യാപ്പ് ഇടാം. ഇനി ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ടില്ല. ഇതിൽ കൂടെ നമ്മൾ ഇലാസ്റ്റിക് കുറക്കാം. ഇതിൻ്റെ 2 അറ്റങ്ങൾ തമ്മിൽ ഇങ്ങനെ അടിക്കുക, യോജിപ്പിച്ച് അടിക്കുക കേട്ടോ. നമ്മൾ മറ്റേ ഈ ഗ്യാപ്പ് വിട്ടിട്ടില്ലേ, അത് അടിക്കണം. ഇനി ഈ ഇലാസ്റ്റിക്കിൻ്റെ മേലെ ഒരടി അടിക്കണം. ഇലാസ്റ്റിക് ഇങ്ങനെ പെട്ടെന്ന് അഴഞ്ഞു പോകാതിരിക്കാനും ഇതിങ്ങനെ പിരിയാണ്ടിരിക്കാനൊക്കെയാണ് ഇതിൻ്റെ മീതെ ഒരടി അടിക്കണം കേട്ടോ. അതിന് നമ്മൾ ഇതിൻ്റെ ദിശേൻ്റെ കാണി വലുതാക്കണം. എന്നിട്ട് വേണം അത് അടിക്കാൻ. വലിച്ചു പിടിച്ചടിക്കണം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കണം. സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ തയ്യലൊക്കെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ എളുപ്പത്തിൽ തയ്ക്കാം. നല്ല സുഖമായിട്ട് നമുക്ക് വെയർ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ അപ്പം നിങ്ങളെല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു.